വണക്കം. ഒടുവിൽ മമതാ ബാനർജിയുടെ ആപ്പീസ് പൂട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം നിങ്ങൾ അറിഞ്ഞാണ്. സംഭവം എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഞാൻ രാജിവെക്കാൻ റെഡിയാണ് എന്ന് ഇന്നലെ രാത്രി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, ബംഗാളിൽ കനത്ത പ്രതിഷേധം നടക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു പ്രതിഷേധം ബംഗാളിൽ നടക്കുന്നുണ്ടോ? ഉണ്ട്, ബംഗാളിൽ അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ബംഗാളിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് തൃണമൂലിൽപ്പെട്ട ചില ആൾക്കാരാണ് എന്നുള്ള കാര്യങ്ങൾ തെളിയുകയും അങ്ങനെയുള്ള ആൾക്കാരെ മമതാ ബാനർജി സംരക്ഷിക്കുകയും പിന്നീട് അവിടെയുള്ള ഡോക്ടർമാർ മുഴുവൻ തെരുവിലിറങ്ങുകയും ആ പ്രശ്നം രാജ്യം മുഴുവൻ കത്തിപ്പടരുകയും എന്തിനു പറഞ്ഞു, കേരളത്തിലെ ഡോക്ടർമാർ വരെ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് വലിയ ഒരു വാർത്തയായിട്ട് അറിയാത്തത് ഇവിടെയുള്ള മാധ്യമ പുങ്കവന്മാരുടെ ഇന്ത്യ മുന്നണി സ്നേഹം കൊണ്ടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേസമയം നിങ്ങൾ മണിപ്പൂരിലെ വാർത്ത അറിയും ഇല്ലേ? മണിപ്പൂരിൽ ഒരു കൊച്ചു ബോംബ് പൊട്ടിയാൽ തന്നെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാം കൂടെ മണിപ്പൂരിലോട്ട് ഓടി ചെന്നിട്ട് വലിയ രീതിയിലുള്ള വാർത്ത അങ്ങ് സൃഷ്ടിക്കും. മണിപ്പൂർ എന്ന് പറയുന്നത് ഇതാ കത്തുകയാണ്, മോദിജി എന്ത് ചെയ്യുകയാണ്, മണിപ്പൂരിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, ഹിന്ദുക്കൾ ചാടുന്നു ഓടുന്നു, അമ്മാതിരി വാർത്തയാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. പക്ഷേ ബംഗാളിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. ധ്രുവ് റാഠി എന്ന് പറയുന്ന വെട്ടാവളിയന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, അലിക്സ് സ്പ്രേ ആയിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മമതാ ബാനർജി അവിടെ കുത്തി നിർത്തിയിരിക്കുകയാണ്. ഇത് വല്ല ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ ആയിരിക്കണം എങ്കിൽ നിങ്ങൾ മലയാളത്തിലെ ചാനൽ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നത്, എൻ്റെ രാജ്യം നശിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും എന്നുള്ളതല്ല, വരുത്തിക്കും. അതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു വാർത്ത എങ്ങനെയാണ് നിങ്ങളിലേക്ക് മാധ്യമ പ്രവർത്തകർ എത്തിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഇത് വലിയ വാർത്തയാണ്. വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ മമതാ ബാനർജി ആയിപ്പോയി. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന സ്ത്രീ വേണമെങ്കിൽ അടുത്തൊരു പ്രധാനമന്ത്രി ഞാൻ ആവാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഉടുപ്പൊക്കെ തച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയാണ് ഇപ്പൊ ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം പോലും ഇല്ലാതെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മുഖ്യമന്ത്രി സ്ഥാനം ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. പക്ഷെ പല ആൾക്കാരും പറയുന്നത് മമതയുടെ ഒരു അടവ് നയം മാത്രമാണ് എന്നാണ്. മമത അങ്ങനെ പല അടവ് നയങ്ങളും എടുക്കും, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മമത രണ്ടാമത് വീണ്ടും അധികാരത്തിലേറിയത് എങ്ങനെയാണ്, എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് തലയിലും കാലിലും എല്ലാം പ്ലാസ്റ്റർ ഇട്ട് വീൽ ചെയറിൽ വന്നുകൊണ്ടാണ് മമതാ ബാനർജി കൃത്യമായിട്ട് അവിടെ പ്രചാരണം നടത്തിയത്. ഇങ്ങനെ പ്രചാരണം നടത്തിയപ്പോൾ മമതാ ബാനർജിക്ക് കിട്ടിയ ഒരു മൈലേജ് വേറെ ലെവലും മൈലേജ് ആയിരുന്നു. അവിടെയുള്ള സ്ത്രീകളെല്ലാം ഞെരിച്ചു പിടിച്ചുകൊണ്ട് മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തു. മമതാ ബാനർജിക്ക് സ്ത്രീകളെല്ലാം വോട്ട് ചെയ്തപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഹിന്ദു സ്ത്രീകളെ സന്ദേശ് ഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് അതിഭീകരമായി ബലാത്സംഗം ചെയ്യുകയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? പല ആൾക്കാർക്കും അറിയില്ല, ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഗുജറാത്തിലല്ലല്ലോ, ഉത്തർപ്രദേശിനും ഗുജറാത്തിലേക്കാണെങ്കിൽ അവർ കാണിച്ചത്, അത് ബംഗാളിലായിപ്പോയി. പോരാത്തതിന് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ വേട്ടാവളിയനായിട്ടുള്ള രാഹുൽ ഗാന്ധി അവൻ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവന്റെ പേരിൽ വലിയൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിഖുകാർക്ക് ഇവിടെ തലപ്പാവ് ധരിക്കാനായിട്ട് യാതൊരുവിധ അർഹതയുമില്ല എന്ന് അമേരിക്കയുടെ മണ്ണിൽ ചെന്ന് പറഞ്ഞു. അമേരിക്കയുടെ മണ്ണിൽ എവിടെ ചെന്നാ പറഞ്ഞത്, ഇല്ല എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധയുടെ അടുത്ത് നിന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി ഉടനെ പറഞ്ഞു എവളെ നേരെ സൊമാലിയയിലോട്ട് ഡീപ്പോർട്ട് ചെയ്തേരെന്ന് പറഞ്ഞു. അത് ഇല്ല എന്ന് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധിക്ക് കൂടെ ഉള്ള ഒരു താക്കീതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് കിടന്ന് ഊക്ക് വാങ്ങാനല്ല, വേറെ രാജ്യത്ത് പോയി ഊക്ക് വാങ്ങാൻ ഒരു റേഞ്ച് വേണോടാ, അതാണോടാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ കോമാളിയാവുന്നത് പോലാഞ്ഞിട്ടാണ് അവിടെയും പോയി കോമാളികളാവുന്നത്. അപ്പോ ബാക്ക് ടു മമതാ ബാനർജി. അപ്പൊ മമതാ ബാനർജി ആ സംഘർഷം ഇങ്ങനെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിക്കെതിരെയുള്ള. അങ്ങനെ മമതാ ബാനർജിക്കെതിരെയുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമതാ ബാനർജി എന്ത് ചെയ്തു? മമതാ ബാനർജി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഒന്നാമത്തെ വട്ടം വിളിച്ചു, ഇവർ വന്നില്ല. കാരണം വരാത്തെന്താണ്, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് മമതാ ബാനർജി റെഡിയായില്ല. രണ്ടാമത്തെ വട്ടവും മമതാ ബാനർജി ഇതിന് വിളിച്ചു, ചർച്ചയ്ക്കായിട്ട് വിളിച്ചു. ഇത്തവണ എല്ലാം അംഗീകരിക്കാൻ പോരെ എന്ന് പറഞ്ഞിട്ട് അവര് ഗേറ്റിന്റെ അടുത്ത് വരെ വന്നു. അപ്പോഴാണ് അവരറിയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ പലതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്. അതോടുകൂടി അവർ ഗേറ്റിന്റെ അവിടെ വരെ വന്ന് നിന്ന് അവർ തിരിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതോടുകൂടി മമതാ ബാനർജി, കാരണം ജനവളവ് ഒന്നും ചെയ്യാൻ പറ്റൂല, മമതയുടെ കരിയർ അവസാനിക്കുന്ന കാര്യമാണ്. അപ്പൊ മമതാ ബാനർജി ഒരു നാടകം. മമതാ ബാനർജി നേരെ ടിവിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് മമതാ ബാനർജി പറയാണ് ഞാൻ രാജിവെക്കാൻ റെഡിയാണ് എന്ന് പറയാണ്. എൻ്റെ പൊന്നോ, അണ്ണാൻ തമ്പിയിൽ സുജാത പറയുന്നത് പോലെ എന്തൊരു ആക്ടിങ് എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പറയരുത്. നമ്മുടെ 2004 AK ആന്റണി മാധ്യമപ്രവർത്തകരെ ഒന്ന് കാണണം, ഒന്ന് വരുമോ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ വന്നിട്ട് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് രാജിവെക്കണം. അല്ലാതെ
രാജിവെക്കാൻ റെഡിയാണ്, ഇപ്പൊ വയ്ക്കും, ഇപ്പൊ പൊട്ടിക്കും, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. രാജി വയ്ക്കും എന്ന് പറഞ്ഞാൽ രാജി വെക്കണം. ഇവിടെ വേറെ കുറെ ആൾക്കാർ തൃണമൂൽ കോൺഗ്രസിൽ ഉടുപ്പും തെച്ച് നിപ്പുണ്ട് മമതാ ബാനർജിയുടെ സ്ഥാനത്ത് കയറിയിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതൊന്നുമല്ല, മമതാ ബാനർജിക്ക് ഞെരിച്ചു പിടിച്ച് സ്ത്രീകൾ വോട്ട് കുത്തിയ ശേഷം മമതാ ബാനർജി സ്ത്രീകൾ അവിടെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത അവസ്ഥ. സന്ദേശ് ഖാലിയിലാണെങ്കിൽ അഴിഞ്ഞാട്ടമാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ എല്ലാം അഴിഞ്ഞാട്ടം ബംഗ്ലാദേശിലെ പല പല ഭാഗങ്ങളിൽ നടക്കുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുള്ള യാതൊരുവിധ അവകാശമില്ല. സ്ത്രീകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വസ്ത്രം ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്ത്രീകളെ നടു റോഡിൽ എടുത്തിട്ട് അടിക്കുന്ന അവസ്ഥ. അടിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ MPയോ MLAയോ ഏതോ ഒരു വേട്ടവളെ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവൻ പറയാണ് മുസ്ലിം രാജ്യത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം. ഇത് ബംഗാളാണോ താലിബാനാണോ എന്ന് തോന്നിപ്പോ. അപ്പൊ ഇത്രയും വലിയ പ്രശ്നമൊക്കെ നടക്കുകയാണ്. ഇതാണ് കിണ്ടി മുന്നണിയുടെ ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കിണ്ടി മുന്നണിയുടെ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ ബോധപൂർവം നിങ്ങളെ ഇവിടെയുള്ള മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നു, അല്ലെങ്കിൽ മറച്ചു വയ്പ്പിക്കുന്നു എന്നും ഞാൻ വീണ്ടും ഇത് പറയുന്നത് ആ തലയിലോട്ട് അങ്ങോട്ട് തുളച്ച് കയറാനാണ്. ഇനി മണിപ്പൂർ എന്ന് അവന്മാർ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കണ്ടമഴി ഓടിക്കണം എല്ലാ എണ്ണത്തിന് എന്ന് മാത്രമേ പറയാനുള്ളൂ. മണിപ്പൂരിൽ അവിടെ സ്ഥിതിഗതികളൊക്കെ ശാന്തമായിക്കോളും. ഗവർണറെ അടക്കം അവിടെ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ഗവർണറെ കാരണം ഇത് പറയാനായിട്ടുള്ള കാരണം ചില വേട്ടവളിയന്മാർ വന്നിട്ട് മണിപ്പൂരിനെ പറ്റി പറയടാ എന്ന് പറയും. നീ ഓടാ പുല്ലേ എന്ന് മാത്രമേ ഇവരോട് എനിക്ക് തിരിച്ച് പറയാനുള്ളൂ. അപ്പോ മണിപ്പൂരിൽ സ്ഥിതിഗതികൾ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അറിയാമല്ലോ, ഭീകരവാദ ആക്രമണമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ മെയ്തി കുക്കി വംശജരുടെ ഒരു അടിയായിരുന്നു, അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള എത്നിക് ക്ലെൻസിങ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മണിപ്പൂരിൽ ആ സ്ഥിതിഗതികൾ മറിഞ്ഞിട്ട് ഇപ്പൊ ബാലിസ്റ്റിക് മിസൈൽ വെച്ചുകൊണ്ടാണ് അവന്മാരൊക്കെ നിൽക്കുന്നത്. അതോടുകൂടി 2000 സൈനികരെ അവിടെ ഇറക്കിയിട്ടുണ്ട്, ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്, ഗവർണറെ തൂക്കിയെടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. ഇനി മണിപ്പൂരിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇത്തവണ ക്ലീൻ ആക്കിയിട്ടേ പോകുള്ളൂ. നമ്മുടെ ബിഗില് വിജയുടെ രായപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നത് പോലെ ഇന്ത വാട്ടി മിസ്സാകുമാണേ മിസ്സേയാകാതെ എന്ന് പറയുന്നത് പോലെയാണ് മണിപ്പൂരിന്റെ കാര്യം. അപ്പൊ നമുക്ക് അത് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങനെ മമതാ ബാനർജിയോട്ട് ചർച്ചയ്ക്കായിട്ട് ഇവർ വരുന്നു. ചർച്ചയ്ക്ക് വന്നിട്ട് മമതാ ബാനർജിയുടെ ആ നട വരെ എത്തിയപ്പോൾ ഇവർ മനസ്സിലാക്കുന്നു ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അവർ വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ സംഭവം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവമുണ്ട്. നമ്മളെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വലിയ വിഷയമാക്കിയ കർഷക സമരം ഉണ്ടല്ലോ. കർഷകരുമായിട്ട് നരേന്ദ്രമോദി 20-ൽ കൂടുതൽ തവണയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കർഷകരെ. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരെ പറഞ്ഞു ഒരു ചർച്ചയല്ല, ബില്ല് അങ്ങ് പിൻവലിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. അതായത് കർഷകന് നരേന്ദ്രമോദിയുടെ അടുത്ത് വരുമ്പോൾ ചർച്ചയ്ക്കാണല്ലോ വരുന്നത്, വാ അങ്ങ് മൂടിക്കെട്ടും. പിന്നെ എന്തൊരു ചർച്ച? വാ മൂടിക്കെട്ടിയിട്ട് സേ യെസ് ഓർ നോ, ഇതാണ് ചർച്ച. ഒന്നെങ്കിൽ അംഗീകരിക്കുക, ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുക, ബില്ല് പിൻവലിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഇത് കൂടുതൽ ഒരു ചർച്ചയ്ക്കും നമ്മൾ റെഡിയല്ല. ഇതാണ് നരേന്ദ്രമോദി. അപ്പോൾ ആരാണ് ഫാസിസ്റ്റ്? ഈ യുവന്മാരുണ്ടല്ലോ, അതായത് ഇത് പിൻവലിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്ന യുവന്മാർ ജനാധിപത്യവാദികൾ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുകയാണ്. അവരൊന്നും ഇപ്പോൾ ഇത് കണ്ടില്ല എന്നടിക്കുകയാണ്. ഇവിടെ കൊൽക്കത്തയിലും ബംഗാളിലും നടക്കുന്ന ഈ വമ്പൻ പ്രതിഷേധം. അങ്ങനെ ഇവർ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇവരുടെ ചർച്ചയ്ക്കായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒരാവശ്യം എന്തായിരുന്നു അറിയാമോ? അത് ഈ ചർച്ച, അതായത് മമതാ ബാനർജിയുമായിട്ട് ഇവർ നടത്തുന്ന ചർച്ച ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ആവശ്യം. പക്ഷേ മമതാ ബാനർജി അംഗീകരിച്ചില്ല. അത് നടക്കില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം, ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കുന്തത്തി കുത്തി നിർത്തുന്നത് നാട്ടുകാർ മൊത്തം കാണില്ല. അതുകൊണ്ടായിരിക്കും മമതാ ബാനർജി അങ്ങനെ പറഞ്ഞത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി, ചർച്ച നടത്താതെ അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മമതാ ബാനർജി ഒരു അടവുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതുപോലെ എത്ര അടവുകൾ നമ്മൾ കണ്ടതാണ് മമതാ ബാനർജിയുടെ. ഇത് വലിയൊരു വിഷയമായി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടു. സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കണ്ടില്ല. സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടു. സുപ്രീം കോടതി ഡോക്ടർമാരോട് പറഞ്ഞു എല്ലാത്തിനും പ്രശ്നത്തിന് എല്ലാം പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് മാറി നിൽക്കും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആശുപത്രിയിൽ കയറൂ. കാരണം പാവപ്പെട്ട രോഗികൾ വലയുകയാണ്, ആശുപത്രിയിലേക്ക് കയറുമെന്ന് സുപ്രീം കോടതി പ്ലീഡ് ചെയ്തു. സുപ്രീം കോടതി പ്ലീഡ് ചെയ്തിട്ട് പോലും ഡോക്ടർമാർ സമ്മതിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രതിഷേധത്തിന്റെ എന്താണ് ബംഗാളിൽ നടക്കുന്നത് എന്ന്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സുപ്രീം കോടതി പ്ലീഡ് ചെയ്തിട്ട് പോലും ഇത് നടന്നിട്ടില്ല. പോരാത്തതിന് മമതാ ബാനർജി ഇതും ഒരു ആയുധമാക്കി. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അവർ കയറുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അവർ കയറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത്രയും വലിയ ട്രോമ അവിടെയുള്ള ഡോക്ടർമാരും ജനങ്ങളും സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെ മമതാ ബാനർജി രാജിസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് രാജി വയ്ക്കപ്പിള്ള വെച്ചാൽ എന്നാണ് ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MLA സുദീപ് തോസൻ, യവൻ ഇത്തിരി ക്രിമികടി കൂടുതലാണ്. യവനെ വിളിച്ച് CBI ചോദ്യം ചെയ്തിട്ടുണ്ട്. CBI യവനെ വിളിച്ച് യവൻ ഇതിനകത്ത് എന്തൊക്കെയോ കൈയുണ്ടെന്നാണ് CBI പറയുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പോരാത്തതിന് യവൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർക്കെതിരെ വിഷം തുപ്പുകയാണ്. അങ്ങനെ വിഷം തുപ്പുന്ന യവനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാർട്ടി മുഴുവൻ ആടാപടലം പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നുള്ളത്. ഇതാണ് ഈ കിണ്ടി മുന്നണിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെക്കാട്ടിലും വലിയൊരു നേതാവായിട്ട് ഉയർന്നു വരും എന്ന് പറഞ്ഞു. അവസാനം
സ്വയം കുത്തിച്ചാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുകൊണ്ടാണ് നരേന്ദ്രമോദി ബംഗാളിൽ ഒന്നും ചെയ്യാത്തത്. നരേന്ദ്രമോദി ഇപ്പൊ മമതാ ബാനർജി അവിടെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു, ഹിന്ദുക്കൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രാഷ്ട്രപതി ഭരണം അവിടെ ഏർപ്പെടുത്തി മമതയുടെ സർക്കാരിനെ താഴെ ഇറക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? യഥാർത്ഥത്തിൽ ഇതിനും വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വന്നതന്നെ. അതാണ് അവിടെയുള്ള ജനങ്ങളുടെ, അവിടെ മാത്രമല്ല എല്ലാ ഭൂരിപക്ഷ ഹിന്ദുക്കളാണല്ലോ, യവന്മാരുടെ എല്ലാ ഒരു ചെവും നരപ്പും അതാണ്. കാരണം തിരിച്ചു കൊണ്ടുവരും ഞങ്ങൾ എന്ന് പറഞ്ഞ് മമതാ ബാനർജി തന്നെ വീണ്ടും കൊണ്ടുവന്നു. ഇപ്പൊ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി, ഭരിക്കാൻ അനുവദിക്കുക, ഭരിച്ച് മുടികെട്ട് പുല്ലുകൾ എന്നായിരിക്കും നരേന്ദ്രമോദി വിചാരിക്കുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, ഒരു കാര്യം ഇല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്ക്, പിണറായി വിജയൻ ഭരിച്ച് മുടികയല്ലേ. സ്വർണ്ണക്കടത്ത്, പോലീസിനകത്ത് പ്രശ്നം, ടൂറ്, അത് ഇത്, ഓണമില്ല, പ്രളയം, ദുരിതം പണ്ടാരെ തുടങ്ങി. സത്യം പറഞ്ഞാൽ സഹിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ കൊണ്ട് എന്റെ പൊന്നോ അണ്ടം കീറി പണ്ടാരെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജനങ്ങളെല്ലാം ഭരിച്ച് മൂടിച്ച് എല്ലാ എണ്ണം കൂടെ. അപ്പം നമുക്ക് മനസ്സിലായി ഇറക്കാൻ സമയമായി എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് മോദി ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കേസിലും നരേന്ദ്രമോദി ഒന്നും ചെയ്യാതിരിക്കുകയും ഒന്നും ചെയ്യാം. അപ്പൊ ഇവൻ ലോകം മൊത്തം നടന്ന് ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കും, ഈ വേട്ടാവളി എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കും. ഇപ്പൊ സിഖുകാരുടെ ഒരു പ്രതിഷേധം അവനെതിരെ വരുന്നുണ്ട്. ഡൽഹിയിൽ നിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ നാട്ടിൽ കാലുകുത്തുമ്പോൾ സിഖുകാർ വരും ഒന്ന് കാണാൻ, അവർക്ക് ഒന്ന് ആദരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡൽഹി എയർപോർട്ടിൽ തന്നെ നിൽക്കണം രാഹുൽ ഗാന്ധി എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി വിചാരിക്കും ഇവന്മാരെല്ലാം സ്വയം കുത്തി ചത്തോളും, നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ഒരു ഗതി തന്നെയാണ് മമതാ ബാനർജിക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത്. മമതാ ബാനർജി എത്രയും പെട്ടെന്ന് ആ സ്ഥാനം രാജിവെച്ച് വല്ല സന്യാസത്തിനും പോട്ടെ, സന്യാസികളുടെ കുത്തിത്തിരിപ്പുണ്ടാകുന്നത് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.